ആശുപത്രി കിടക്കയിൽ ഒരു കുഞ്ഞിനെ കാണാൻ പോയതാണ്. അവൾ പറയുന്നുണ്ട്, എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ, എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവളുടെ വീട്ടിൽ അവരെ കാണാൻ പോകുമ്പോൾ ഒരു കുഞ്ഞു വീടാണ്. അപ്പന് കുറച്ച് ദിവസമായിട്ട് ജോലിയില്ല. അമ്മ പോകുന്നുണ്ട് ഏതോ ഒരു ഹോസ്പിറ്റലിലെ തൂപ്പുകാരിയൊക്കെ ആയിട്ട്. ഒരു കുടുംബം അങ്ങനെ കഷ്ടിച്ചരിഷ്ടിച്ചൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് കുഞ്ഞിന് അസുഖം വരണേ. അമ്മയ്ക്ക് നോക്കാൻ നിന്നേ പറ്റുള്ളൂ. കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞ അതേ വാചകം ഇവരുടെ രണ്ടുപേരുടെയും നാവിൽ നിന്ന് പലതവണയായി നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട്. എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ. ഞങ്ങൾക്കെന്ന് പോലുമല്ല പറയണത്, അവർ പലതവണയായിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ആവർത്തിക്കുകയാണ്, എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ. ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ ഇങ്ങനെ നിരന്തരം നമ്മളെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വചനത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റില്ലെന്ന് എഴുതി വയ്ക്കുന്നത് പൗലോസ്ലീഹയാണ്. ഒരു ക്രിസ്തുവെന്ന് പറയുന്ന താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഗുരുവിന് വേണ്ടി കാലാകാലത്തോളം അലയാൻ മനസ്സുറപ്പിച്ച് നിശ്ചയിച്ച ഒരാൾ. പോകുന്ന സ്ഥലം ഇന്നതെന്നില്ല, ഇഷ്ടമുള്ള കാണുന്നിടത്തോട്ടൊക്കെ പോകുന്നിടത്തൊക്കെ ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഇയാൾക്ക് കിട്ടുന്നത് നല്ലതൊന്നുമല്ല. അടിയും ബഹളവും ഒച്ചപ്പാടും തള്ളിപ്പറച്ചിലും വധശിക്ഷയടക്കമുള്ള കാര്യങ്ങൾ, പട്ടിണി, ദുരിതം, ഇങ്ങനെ ഭീഷണി. പൗലോസ്ലീഹ കടന്നുപോയ പ്രയാസങ്ങൾ നമുക്ക് വിവരിക്കാൻ പറ്റാത്തത്. എന്നിട്ട് അങ്ങനെ ഒരുപാട് മർദ്ദനങ്ങൾക്ക് ശേഷം ഒരു കടൽ തീരത്ത് കൊണ്ടുവന്ന് മൃതപ്രായനായ ഈ മനുഷ്യനെ തള്ളിയിട്ടിട്ട് മനുഷ്യർ കടന്നു പോകുമ്പോൾ അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ എഴുതി വയ്ക്കുന്ന വാക്കുകളാണിത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? വാൾമുനത്തുമ്പിൽ നഗ്നനായി കിടക്കുന്ന ഒരു മനുഷ്യൻ വിശപ്പോടുകൂടെ ഇരുന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ നിങ്ങൾക്കൊന്നിനും വേർപെടുത്താൻ പറ്റില്ല, എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിനെ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ സാക്ഷ്യമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലെ ഈ ഒരു വചനങ്ങൾ. അതിനുശേഷം ഏറ്റവും